നമ്മുടെ ജീവിതത്തിൽ വളരെ വേഗത്തിൽ കടന്നു പോകുന്നു. ദിവസങ്ങൾ, മാസങ്ങൾ, വർഷങ്ങൾ അങ്ങനെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ജീവിതത്തിൻ്റെ ഓട്ടത്തിനിടയിൽ എല്ലാത്തിനും നമ്മൾ സമയം കണ്ടെത്തുക എന്നതാണ് നമ്മൾ ആദ്യമേ ചെയ്യേണ്ടത്. സമയം കണ്ടെത്തുക ഓരോന്നിനും. സമയം ഫലപ്രദമായി ഉപയോഗിച്ചാൽ മാത്രമേ നമുക്ക് ലക്ഷ്യങ്ങൾ കൈവരിക്കാനായിട്ട് സാധിക്കൂ എന്നാണ് എൻ്റെ തോന്നൽ. ഓരോന്നും പൂർത്തീകരേണ്ട സമയത്ത് തന്നെ നമ്മൾ പൂർത്തീകരിക്കുക. ഓരോ നിമിഷവും നമ്മൾ പ്രയോജനപ്പെടുത്തി കാര്യങ്ങൾ ചെയ്യുക. ഇന്ന് ചെയ്യേണ്ടത് ഇന്ന് തന്നെ ചെയ്യുക. നാളേക്ക് മാറ്റി വയ്ക്കാതിരിക്കുക. അല്ലെങ്കിൽ നാളത്തെ കാര്യങ്ങളോടെ ആകുമ്പോൾ അത് മറ്റന്നാളേക്ക് മാറ്റി വയ്ക്കും. അങ്ങനെ ഓരോ ദിവസവും മുമ്പോട്ട് പോകുമ്പോൾ നമ്മുടെ ഒരു കാര്യവും പൂർത്തീകരിക്കാതെ വരും. അപ്പോൾ നമ്മൾ സമയം കണ്ടെത്തി അന്നന്ന് ചെയ്യേണ്ട പ്രവൃത്തികൾ അന്നന്ന് തന്നെ ചെയ്യുക. അന്നന്ന് ചെയ്യേണ്ട ജോലികൾ അന്നന്ന് തന്നെ ചെയ്യുക. സമയത്തിന് നമ്മൾ പ്രാധാന്യം കൂടുതൽ കൊടുക്കുക. തിരിച്ചു കിട്ടാൻ നമുക്ക് പറ്റാത്തത് സമയമാണ്. ഒരിക്കൽ നഷ്ടപ്പെട്ടാൽ പിന്നെ അത് തിരിച്ചെടുക്കാനായിട്ട് കഴിയുകയില്ല. നമ്മുടെ ജീവിതത്തിൻ്റെ അടിസ്ഥാനം തന്നെ സമയമാണ്. സമയത്തെ എങ്ങനെ ഉപയോഗിക്കണം എന്നതിനെ ആശ്രയിച്ചായിരിക്കും നമ്മുടെ ജീവിതത്തിൻ്റെ മുമ്പോട്ടുള്ള പോക്കും, അല്ലേ? അതുപോലെ തന്നെ സമയം പാഴാക്കരുത്. ജീവിതം പാഴാക്കുന്നത് എന്നതുപോലെയാണ് നമ്മൾ സമയം പാഴാക്കിയാലും. അപ്പോൾ ഓരോന്നും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ലക്ഷ്യങ്ങളിൽ എത്തിച്ചേരണമെങ്കിൽ നമ്മുടെ സമയം ആദ്യമേ തന്നെ നമ്മൾ വേണ്ട വിധത്തിൽ ഉപയോഗിക്കുകയാണ് വേണ്ടത്. ഇന്ന് ചെയ്യേണ്ടത് ഒരു കുടുംബങ്ങളോടൊപ്പം നമ്മൾ ഇരിക്കുന്നു, സംസാരിക്കുന്നു. അത് ഇന്ന് ചെയ്യേണ്ടതാണ്. നമ്മൾ നാളേക്ക് മാറ്റി വെക്കാം എന്ന് വിചാരിച്ച് നമുക്ക് ചിലപ്പോൾ അത് പറ്റാതെ വരും. അപ്പോൾ ഓരോ കാര്യവും അതുപോലെയാണ്. എല്ലാവരും ആലോചിച്ച് ഓരോ സമയങ്ങളും ഒന്നിച്ചിരുന്ന് ആലോചിച്ച് എല്ലാ പ്രവർത്തനങ്ങളും ചെയ്യുകയാണെങ്കിൽ നമുക്ക് ലക്ഷ്യസ്ഥാനത്ത് എത്താൻ കഴിയും. അതുപോലെ തന്നെ സമയം, അതുപോലെ തന്നെ എല്ലാവരുടെയും ജീവിതത്തിൽ സമയത്തിന് മുന്നോട്ട് പോകുന്നതിന് വേണ്ടിയുള്ള സമയം ഏറ്റവും നമ്മൾ അത്യാവശ്യമാണ് എന്ന് മനസ്സിലാക്കി മുമ്പോട്ട് പോയാൽ എല്ലാം വിജയത്തിൽ എത്തിത്തരാൻ സാധിക്കും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. നമ്മളെല്ലാം ചെയ്യുന്നുണ്ട്, പക്ഷേ ചിലരോട് നമുക്ക് ദേഷ്യം തോന്നും. നമ്മളുടെ ചിന്തകൾ ചിലപ്പോൾ നമുക്ക് അർത്ഥമില്ലാത്ത ചിന്തകളാണ് എന്ന് അറിയാം. കുറേ പ്രവർത്തനങ്ങൾ നമ്മൾ ചെയ്യും, അത് ശരിയോ തെറ്റോ എന്ന് നമ്മൾ മനസ്സിലാക്കുന്നില്ല. സമയത്തിൻ്റെ മൂല്യം നമ്മൾ മനസ്സിലാക്കുന്നില്ല. എന്നിട്ട് സമയം കളയുന്നു. നമ്മൾ മറ്റുള്ളവരെ ഉപദേശിക്കാൻ നമുക്ക് പറ്റുന്നതാണ്, പക്ഷേ നമ്മുടെ കാര്യം വരുമ്പോൾ നമുക്കത് പറ്റത്തില്ല. അപ്പോൾ സ്വന്തമായി കാര്യങ്ങൾ തീരുമാനിക്കണം. സ്വന്തമായി സമയം കണ്ടെത്തി ഓരോ പ്രവർത്തനവും ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ജീവിതവും ലക്ഷ്യസ്ഥാനത്ത് എത്തും. സമയം അമൂല്യമാണ് എന്ന് വിചാരിക്കും.